ചന്ദ്ര ബാമയോട് വിളിച്ചിട്ട് പറയാണ്, ആ രേവതി അവക്ക് എന്തൊരു അഹങ്കാര, മുറിയിൽ കിടന്നേ അവക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പാവം ശ്രുതിയും ശ്രുതിയും അവര് ടയേർഡായിട്ട് വരുന്നതല്ലേ, അവർക്കൊരു നേരം പോലും കിടക്കാൻ കഴിയില്ല. എന്റെ അമ്മായിമ്മയുണ്ടല്ലോ, ആ തള്ള പറഞ്ഞതാ ഒരാഴ്ചയിലും റൂം ഷിഫ്റ്റ് ചെയ്യാൻ. അതും പറഞ്ഞ് ആ പാവത്തിനെ വെളിയിൽ കിടത്താണെന്ന് പറയുമ്പം ബാമ ചോദിക്കാണ്, അല്ല ഇത്രയും കാലം നിന്റെ നടുക്കത്തെ മോൻ സച്ചി ടെറസിലല്ലേ കിടന്നോണ്ടിരുന്നേ? അത് മാത്രമല്ല ആ പാവൻ രേവതിയാണെങ്കിലോ ഹാളിലെ തറയിലും. അപ്പൊ നിനക്ക് ഈ വിഷമമൊന്നും കണ്ടില്ലല്ലോ. ചന്ദ്ര പറയാണ്, നീ എന്തായി പറയുന്നേ? അവരെ പോലെയാണോ ശ്രുതി? മലേഷ്യക്കാരനായ കോടീശ്വരന്റെ മോളാ. അങ്ങനെയുള്ള അവളെ അങ്ങനെ തറയിലൊക്കെ കിടത്താൻ പറ്റുമോ? പിന്നെ സുധി ആണെങ്കിലോ ഇപ്പൊ ഒരു ബിസിനസ്മാൻ അല്ലേ, അവന് നല്ല ഉറക്കം ആവശ്യ. സച്ചി പിന്നെ അങ്ങനെ വല്ല ആണോ? അവന് കുടിച്ചു കൂത്താടി എവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നവനാ. അത് മാത്രല്ല അവന് വണ്ടി ഓടിക്കലല്ലേ പണി, അതിനെ ഇത്രയൊക്കെ റെസ്റ്റ് മതി. ബാബ പറയാണ്, ഇതൊക്കെ കുറച്ച് കഷ്ടാണ്. ആ പാവൻ രേവതി രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യുന്നില്ലേ? പണ്ട് നീ ആ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തോണ്ടിരുന്നല്ലേ, അപ്പൊ നിനക്കറിയില്ലേ എന്തുമാത്രം ജോലിയുണ്ടെന്ന്. ഇപ്പൊ അത് കൂടാതെ ആ വീട്ടില് 2 മരുമക്കളും കൂടി എക്സ്ട്രാ വന്നപ്പോ അത്രയും വേറെ കാര്യം കൂടി ആ പെൺകുട്ടി നോക്കണ്ടേ? അതെല്ലാം നോക്കി സ്വന്തമായിട്ട് അധ്വാനിക്കാനും അവൾ പുറത്തേക്ക് ഇറങ്ങി പോന്നല്ലേ. ശ്രുതിയാണെങ്കിലോ AC ഷോപ്പിനകത്തിരുന്ന് അവക്ക് വർക്ക് ചെയ്താൽ മതി. ശ്രുതിക്കോ അങ്ങനെ തന്നെ. പാവ സച്ചിയാണെങ്കിലോ റോഡിലിറങ്ങി വെയിലത്തൂടൊക്കെ വണ്ടി ഓടിക്കണ്ടൊക്കെ അല്ലേ. രേവതിയിലായാലും പിന്നെ പറയാൻ വേണ്ട, ആ ഉള്ള വെയിൽ മൊത്തവും കൊണ്ട് സ്കൂട്ടിലല്ലേ പാവം പോവിക്കാൻ പോണേന്ന് ചോദിക്കാണ്. നിനക്കൊരു മനസാക്ഷി ഇല്ലെന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയാണ്, ഇത്രയൊക്കെ മനസാക്ഷി മതി അവരുടെ അടുക്കല്. അവളെ എങ്ങനെയെങ്കിലും ഒതുക്കണം ആ രേവതിനെ. അവക്കേ ആ മുറി കിടന്നാലേ ഉറക്കം വരുള്ളൂ. AC കിടന്ന് ഉറങ്ങി സുഖിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒന്നും അവക്കില്ല എന്നും പറയുന്നുണ്ട്. ഭാമ പറയാണ്, അതെ രേവതിക്കെതിരുള്ള ഐഡിയ ചോദിക്കാനൊന്നും നീ എന്നെ വിളിക്കണ്ട, ഞാനത് സമ്മതിക്കത്തുമില്ല. ഓ അല്ലെങ്കിൽ നിനക്ക് രേവതിയോട് വെളുത്ത സോഫ്റ്റ് കോർണർ ആണല്ലോ. അതാർക്കാണേലും ഉണ്ടാവും. നിന്നെ ആ കുട്ടി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നല്ലൊരു മനസ്സുണ്ട് അവക്ക്. ആ വീടും എല്ലാവരെയും എത്ര കാര്യമായിട്ട് അവൾ നോക്കുന്നേ. നീ എന്തൊക്കെ പറയുന്നുണ്ട്, എന്നിട്ടും അവൾ അതെന്തെങ്കിലും കാര്യമാക്കുന്നുണ്ടോ? പാവം. ഞാൻ അറിഞ്ഞു പനി പിടിച്ചപ്പോ നീ അവളെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ. ഓ അതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? അവള് പറഞ്ഞു കാണും. അവളൊന്നും അല്ല, ഞാൻ അറിഞ്ഞു. നിന്റെ മനസ്സിന്റെ ദുഷ്ടത്തിന് മനസ്സാ. ആ എന്റെ മനസ്സ് ഇങ്ങനെയൊക്കെയാ എന്ന് ചന്ദ്ര പറയുന്നിട്ട് ഫോൺ ദേഷ്യപ്പെട്ട് കട്ടാക്കാണ്. അങ്ങനെ ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ശേഷം ശ്രുതിയോടും ചന്ദ്ര ഇതേ കാര്യം പറയാണ്, നമുക്ക് ആ രേവതിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അല്ലെങ്കിൽ പറ്റില്ല മോളെ. മോക്ക് ശ്രുതിക്കും ഇന്നലെ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടതല്ലേ, ഇനിയും ഇന്നും കൂടെ ആയാലേ അത് ശരിയാവില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ മുറി വീണ്ടെടുക്കണം. ഉടനെയെങ്കും ടെറസിന് മുകളിലൊന്നും അവർ ആ വീട് പണിയാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ മുറി മേടിച്ചെടുക്കണം. ഇനി ഒരിക്കലും ആ രേവതിനെ അവിടെ കിടത്തരുതെന്ന് പറയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ അതിനിപ്പോ എന്ത് ചെയ്യാനാ? അതാ മോളെ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഐഡിയ മോള് പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷ അതിലെ പോവായിരിക്കും. ഇവർ രണ്ടുപേരോട് കൂടിയാല് എന്തെങ്കിലും ഒരു പാറി ആയിരിക്കുമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് വർഷ പതിയെ അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് എന്താണ് സംഭവം എന്നുള്ളത് കേൾക്കുന്നുണ്ട്. രേവതി പറയാണ്, എങ്ങനെയെങ്കിലും അവളെ ആ മുറിയിൽ കിടത്താൻ പാടില്ല. നമുക്ക് എന്ത് പറഞ്ഞ അവളെ അവിടെ നിന്ന് ഒഴിവാക്കണ്ടേ എന്ന് ചോദിക്കാണ്. ആന്റി അതിപ്പോ ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്ത് പറഞ്ഞാലും അവക്കത് ദോഷമായിട്ടല്ലേ വരുള്ളൂ. പിന്നെ ആ പേരില് എന്നെ സച്ചിട്ട് വെറുതെ ഓർന്നൊക്കെ പറയും. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ആന്റി എന്തെങ്കിലും കാണിക്ക്. ഇപ്പോ എനിക്കിവിടെ നിൽക്കാൻ പോലും ഇഷ്ടമില്ല. സുധിയേം കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലെന്നാ ഞാൻ ഓർക്കുന്നേ. ഒരു വാടകയ്ക്കൊരു വീടെടുത്താൽ പോലും സമാധാനമായിട്ട് ഞങ്ങക്ക് വന്നു കിടന്ന് ഉറങ്ങാലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, മോളെന്തിനാ ഇവിടുന്ന് പോണത്? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. ഇത് സുധീരങ്ങളുടെ വീടാ. ആ സച്ചിയേക്കാളുടെ അവകാശം സുധിക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ട് മോൾ ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല. മോളെയും സുധീനെയും ഇവിടുന്ന് ഇറക്കാൻ വേണ്ടിയാ രേവതി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും മോൾ ഇവിടുന്ന് പോകാൻ പാടില്ല. പകരം നമുക്ക് ആ രേവതിനെ ഇവിടുന്ന് അടിച്ചിറക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലായിരിക്കും രേവതി ഇവിടുന്ന് ഇറങ്ങിപ്പോവാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, മുമ്പ് പല പ്രാവശ്യവും രേവതി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്തുകൊണ്ടാമേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അവളുടെ മരിച്ചുപോയ അച്ഛനെയും അവളുടെ അമ്മേനെയും ഇവളെയും കുറിച്ചൊക്കെ പറയുമ്പോഴാ അവൾ ഇറങ്ങിപ്പോകുന്നത്. ആ അങ്ങനെ അമ്മ പറഞ്ഞാ മതി, അവൾ ഇറങ്ങിപ്പോയിക്കോളും എന്ന് പറയുന്നുണ്ട്. ആ അങ്ങനെ അവൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരും. ആ സച്ചി കൂട്ടിക്കൊണ്ട് വരും. അതിന്റെ പേരിൽ നമ്മൾ വഴക്ക് കേൾക്കണ്ടേ? എന്റെ പൊന്നാന്റി അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഒരു ഐഡിയ, അല്ലാതെ വേറൊരു ഐഡിയ ഇല്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്.
ചന്ദ്ര ഓർക്കാണ്, ഓ ഇവളുടെ കയ്യിലും ഐഡിയ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയാലും ആ സച്ചി പോയി വിളിച്ചോണ്ട് വരും. പിന്നെ അതിൻ്റെയും കൂടെ വഴക്ക് നമ്മളെ കേൾക്കണം. അവള് കാലും കൈ ഒടിഞ്ഞ് കുറച്ച് നാളോട് കിടക്കണം, അതാ വേണ്ടത് എന്ന് ആലോചിക്കാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഓർക്കാണ്, അവളുടെ ബൈക്കിന്റെ വയറങ്ങ് ഊരിവിട്ടാലോ. ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും വർഷം ഞെട്ടിപ്പോകുന്നുണ്ട്. ഈശ്വര, ഈ തള്ള ഇതെന്തൊക്കെയാ പറയണേ. ചന്ദ്രൻ എന്നിട്ട് പറയണ, ഓ വേണ്ട വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അവള് കൈയും കാലോടിഞ്ഞാ ഇവിടെ തന്നെ ആയിരിക്കില്ല സച്ചി കിടത്തുന്നത്. അങ്ങനെ സുധീരെ റൂം പോയി കിട്ടും. അവള് പിന്നെ ആ റൂം സ്ഥിരം പിടിക്കും. പിന്നെ അവക്കൂടെ വേണ്ടുള്ളത് ഞാൻ വെച്ചോളാൻ വേണ്ടി വരും. അതുകൊണ്ട് വേണ്ട വേണ്ട, അവൾ എന്നിട്ട് നടക്കുന്നത് തന്നെയാ നല്ലത് എന്ന് ചന്ദ്ര ഓർക്കാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഉപദ്രവിക്കണം, അവളുടെ മനസ്സ് വിഷമിപ്പിക്കണം, അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കെട്ടിക്കെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര സ്വയമേടെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. ഇതെല്ലാം നമ്മുടെ വർഷ കേൾക്കുന്നുണ്ട്. ചന്ദ്ര ഓർക്കുന്നുണ്ട്, ഇന്ന് തൊട്ട് അവളോട് പോരെടുക്കാൻ തുടങ്ങണം. പോരെടുത്ത് അവസാനം മതിയാക്കി മനസ്സ് മടുത്ത് അവളോട് ഇറങ്ങിപ്പോണം എന്നൊക്കെ ഓർക്കാണ് കേട്ടോ. അങ്ങനെ സ്വയമേ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ വർഷ കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രൻ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ മാറി നിൽക്കുകയാണ്. ചന്ദ്ര അടുക്കളയിലേക്കും പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ രേവതി അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് കാണുന്ന കേട്ടോ. ചന്ദ്ര വന്നിട്ട് മനഃപൂർവ്വമായിട്ടും ഓർന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെന്താടി കറിന്ന് വെച്ച് കഴിഞ്ഞില്ലേ? കഴിയാറായമേ, ഇനിയിപ്പോ ഒന്നുമില്ല, എല്ലാം കഴിയാറായി. വർഷയ്ക്കും ശ്രുതിക്കൊക്കെ ഓഫീസിലേക്ക് പോകേണ്ടതാ, അവർക്ക് ജോലിക്കൊക്കെ പോകേണ്ടതാ. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്ക, എല്ലാം കഴിഞ്ഞമ്മേ, ഇപ്പൊ തന്നെ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ രേവതിയാണെങ്കിൽ മുട്ടക്കറി വെച്ചോണ്ടിരിക്കായിരിക്കും കേട്ടോ. അതിലേക്ക് രേവതി കാണാതെ ചന്ദ്ര കുറെ ഉപ്പ് വാരിയിടുന്നുണ്ട്. ഇത് കണ്ട് ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ വർഷ. കാരണം വർഷ ഇവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, ഇവൾ എന്തൊക്കെ കാണിക്കും അറിയാൻ വേണ്ടിയിട്ട്. ആ മതി, എല്ലായിടത്തും ഹാളോട്ട് വെക്ക്, അവർക്കൊക്കെ പോകാൻ സമയമായെന്ന് അറിയില്ലേ എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കായിരിക്കും. രേവതിയാണെങ്കിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കിന്ന് മുട്ടക്കറി വേണ്ട, കഴിക്കാന് ഒരു താല്പര്യം തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും കറിയുണ്ടോ ചോദിക്കുമ്പോൾ അമ്മേ ഇന്നലത്തെ സാമ്പാറുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, രേവതിച്ചിരിക്ക് ഞാനിന്ന് വിളമ്പിക്കോളാന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, മോള് വിളമ്പാനോ? മോൾ എന്തൊക്കെയാ ഈ പറയണത്? മോൾ എത്ര വലിയ വീട്ടിലെ കുട്ടിയാ, മോളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇവളുടെ കയ്യിലോട്ട് കൊടുക്ക്, ഇവക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ, ഇവള് വിളമ്പിക്കോളും. വർഷ പറയുന്നുണ്ട്, അതെ ഞാൻ വിളമ്പേന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ വീട്ടില് എന്റെ അമ്മയാണ് എല്ലാ ഭക്ഷണവും പാകം ചെയ്യാറും എല്ലാം ചെയ്യാറ്. സർവന്റ് ഉണ്ടെങ്കിലും അമ്മ തന്നെ എല്ലാം ചെയ്യും. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് അതൊന്നും ആന്റി പറയണ്ട, രേവതി ചേച്ചി ഒരു സെർവന്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞ് വർഷ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ദാ ആന്റി മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് അവളുടെ പാത്രത്തിലേക്ക് ഒഴിക്കാണ്. എന്താ വർഷ ഇത്? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ട എന്ന്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആന്റി കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചാറ് കോരി ഒഴിക്കാണ്. വർഷേ എന്തായി കഴിക്കുന്നത് ചോദിക്കാണ്. കഴിക്കാന്റി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും കൂടിയിട്ട് ഈ മുട്ടക്കറി വിളമ്പുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, വർഷേ എനിക്കൂടെ ഒഴിക്കുന്നു പറയുമ്പോ നിക്ക് സച്ചിയേട്ടാ ആദ്യം ഒരു കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സച്ചിയും അച്ഛനും മുഖത്തൊരു മുഖം നോക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്താ പറയണേ? അച്ഛനും സച്ചിനൊക്കെ കൊടുക്ക്. നിക്ക് ശ്രീകാന്തേ, കൊടുക്കാം. ശ്രുതി ചേച്ചിയും ശ്രുതിയേട്ടനും ഒന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാവോന്ന്. അങ്ങനെ ഒരു വായിലേക്ക് വെക്കുമ്പോഴേക്കും ഭയങ്കര ഉപ്പായിരിക്കും കേട്ടോ. ചേ എന്തൊരു ഉപ്പായത്? രേവതി നീ എവിടെ നോക്കി ഉണ്ടാക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, ഉപ്പോ? ഞാൻ ഉപ്പ് കറക്റ്റായിട്ടാണ് ഇട്ടത്. ഞാൻ മുമ്പേയും കൂടി തുറന്നു നോക്കിയിട്ടാണല്ലോ വന്നത്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ എന്ന് പറയാണ്. അച്ഛനും ശ്രീകാന്തും സച്ചിയൊക്കെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഭയങ്കര ഉപ്പായിരിക്കും. ചേ ഇതെന്തു പറ്റി രേവതി, നിനക്ക് മാറിപ്പോയോ? ഇല്ല സച്ചിയേട്ടാ, മുമ്പേയും കൂടി അടുപ്പിന് ഇറക്കി വെച്ചിട്ടോടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴേക്കും വർഷ ചന്ദ്രയോട് ചോദിക്കാണ്, സച്ചിയേട്ടാ ഇത് കണ്ടോ? അമ്മ മാത്രം ഒരു റെസ്പോൺസും ഇല്ലല്ലോ, ഒന്ന് കഴിച്ചു പോലും നോക്കിയില്ല. അതെന്താ അമ്മ അങ്ങനെ? അമ്മ കഴിക്കുന്നില്ലേ? ഏയ് എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലൊന്ന് മുട്ടക്കറി വേണ്ടെന്ന്. പിന്നെ ഉപ്പ് കൂടുതലാണെന്ന് നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ, പിന്നെ ഞാനിത് എങ്ങനെ കഴിക്കും? ഒരു വക മര്യാദകൾ ഉണ്ടാക്കില്ല, കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ആ കറി മൊത്തം വേസ്റ്റ് ആയില്ലേ? ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചന്ദ്ര ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, ആന്റി എന്തിനാ ആന്റി ഇങ്ങനെ നാടകം കളിക്കുന്നേ? സച്ചി ചോദിക്കാണ്, നാടകോ? എന്താ വർഷ ഇത്? സച്ചിയേട്ടാ നിങ്ങളുടെ അമ്മ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്ന ഞാൻ ചുമ്മാ പിന്നാലെ പോയതാ. ചെന്നപ്പോ എന്താ കണ്ടെന്നറിയാവോ? രേവതി തിരിഞ്ഞു എന്നിട്ട് അപ്പം ചുട്ടോണ്ടിരിക്കായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ അമ്മ, അതായത് ഈ ആന്റി
അവിടെ ഉപ്പുപാത്രത്തിൽ നിന്ന് ഒരു കൈ ഉപ്പ് വാരിയിട്ടാ ആ മുട്ടക്കറിക്കകത്ത് ഇട്ടത്. ഞാനത് കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാ മനഃപൂർവ്വം ഞാൻ ആന്റിക്കാനെ വിളമ്പിയത്. ആന്റി കഴിക്കാതിരുന്നപ്പോ തന്നെ കാര്യമുള്ളവർക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്താ ചന്ദ്രൻ എന്താ കേൾക്കുന്നതൊക്കെ? അയ്യോ ഞാനൊന്നും അല്ല. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആന്റി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും കരുതണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. രേവതി ചേച്ചി തിരിഞ്ഞുന്ന സമയത്ത് ഒപ്പിച്ച് പണിയെ സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും ഭക്ഷണമാണ് നീ വേസ്റ്റ് ആക്കി കളഞ്ഞത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അത് അവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി. ശ്രുതിയും കൂടി ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്താടാ പ്രശ്നം? നിന്റെ അമ്മയല്ലേ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മ. അതുകൊണ്ടേ നിനക്കും പണിഷ്മെന്റാ, നീയും കഴിച്ചോ. അയ്യോ അച്ഛാ, ഇതെങ്ങാനും കഴിച്ചാലേ പ്രഷർ കൂടി ഞാൻ ചത്തുപോകും. അപ്പൊ അറിയാലോ, രേവതിയെ മനഃപൂർവ്വം രാവിലെ വഴക്കേൽപ്പിക്കാനിട്ട് അവൾ ഒപ്പിച്ച പണിയാ. ചന്ദ്രേ, അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിച്ചിട്ട് നീ എണീച്ചാ മതി. മോളെ, പഴയ സാമ്പാർ ഇരിപ്പില്ലേ? ഉണ്ടച്ചാ, രാത്രിലത്തെ സാമ്പാറുണ്ട്, എങ്കിൽ അതെല്ലാവർക്കും വിളമ്പിക്കോ. പിന്നെ ചന്ദ്ര, അവൾ ആ കറിയും കൂട്ടി കഴിച്ചോളും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വർഷയും അവിടെ നിന്ന് കഴിക്കാണ്. സച്ചി പറയുന്നുണ്ട്, വർഷ കണ്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും കൂടി രേവതി ഇട്ട് പൊരിച്ചേനെ. എന്റെ അമ്മ അതിനുവേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടിരിക്കുകയാണല്ലോ. രേവതിനെ എങ്ങനെ പറയാന്നാണല്ലോ എന്റെ അമ്മയുടെ പ്ലാനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ദേവോ എന്ന് പറഞ്ഞൊരാള് ഉണ്ട് സച്ചിയേട്ടാ, അതുകൊണ്ടാ അതെന്റെ കണ്ണിൽ കാണിച്ചത്, അല്ലെങ്കിൽ ഞാനത് കാണില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ സച്ചിയോടൊക്കെ ആയിട്ട് പറയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്നുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആ ഒരു അപ്പം ഇങ്ങനെ കടിച്ചിറക്കി വിഴുങ്ങുന്നുണ്ട്. അച്ഛനോട് രേവതി പറയാണ്, അച്ഛാ സാരമില്ല, അമ്മയുടെ അടുത്ത് കഴിക്കണമെന്ന് പറ, അമ്മയ്ക്ക് സുഖമില്ലാത്തൊക്കെയല്ലേ, വല്ല പ്രഷറും കൂടും, ഒരുപാട് ഉപ്പ വാരിട്ടേക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അവൾ അനുഭവിക്കണം മോളെ, ഇത്രയും അത് നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ രേവതി ആ മുട്ടയെല്ലാം പറക്കി കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാണ്. എന്നിട്ട് നമ്മൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ കണ്ടോ എത്ര പെട്ടെന്നാ അവളത് ശരിയാക്കിയെടുത്തത്. ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് അവക്കറിയാം, അതുകൊണ്ട് അവളത് കളയാഞ്ഞത്. നിനക്ക് അതിന്റെ വില അറിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇമാതിരിയൊക്കെ ചെയ്യുന്നത്. കാശുണ്ടായിട്ട് മാത്രം കാര്യമില്ല ചന്ദ്രേ, നിന്റെ മറ്റു 2 മരുമക്കളും കാശുകാരായിരിക്കും, പക്ഷേ ഏറ്റവും നല്ല ഗുണമുള്ളതേ നിന്റെ ഈ മരുമക്ക. അത് ഇനിയെങ്കിലും നീ ഓർത്താൽ കൊള്ളാം എന്നും രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.